Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ വെജ് ആണ് ചെയ്യാൻ പോകുന്നത്, പക്ഷേ എന്നാലും മീനിൻ്റെ ആണ്. വെരി സിമ്പിൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ചിക്കൻ പെരട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫിഷ് പെരട്ട് ഒത്തിരി റെയറാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഇച്ചിരി പുളിശ്ശേരിയോ അല്ലെങ്കിൽ കാച്ചിമോരോ ഒരു തോരനോ ചിക്കൻ പെരട്ടോ അല്ലെങ്കിൽ ഫിഷ് പെരട്ടോ ഉണ്ടെങ്കിലല്ലേ ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എരിവും പുളിയൊക്കെ നമ്മുടെ ഏറ്റക്കുറച്ചിൽ പോലെയാണ് ഇരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് അല്ലേ നമുക്ക് ആവശ്യം. പല റെസിപ്പീസ് പല വേർഷൻസ് ഉണ്ട്. ഇത് പക്ഷേ നമ്മുടെ വേർഷൻ, അതായത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മച്ചിയുടെ ഒരു വേർഷനാണ്. അത് അടുപ്പിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ആ ചട്ടിക്കകത്തോട്ട് ഇരിച്ചിട്ട് ചോറിട്ട് ചുണ്ടാൻ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. പക്ഷെ അത്രയും കഴിവൊന്നും ദൈവം തമ്പുരാൻ നമുക്ക് പകർന്ന് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഏത് റെസിപ്പി നമ്മൾ ചെയ്യുമ്പോഴും എല്ലാം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നാവുന്ന, അല്ലാതെ നമ്മുടെ മിടുക്കാന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയില്ല. പക്ഷേ ഇതൊക്കെ നന്നാവണമെങ്കിലും തമ്പുരാൻ തന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നാലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെ നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയാണ്, പിന്നെ വേണ്ടിയത് കുറച്ച് കടുക്, ഉലുവ, പിന്നെ വേണ്ടിയത് കുറച്ച് സവാള. അതായത് ചിക്കൻ പെരട്ട് പോലെ തന്നെ ഫിഷ് പെരട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രേവി വരാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ്. ഒരുപാട് സവാള ചേർക്കരുത്, മധുരിച്ചു പോകും. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് പുളിവെള്ളമാണ്. അതായത് ഞാൻ കുടംപുളിയായിട്ട് വെച്ചിരിക്കുന്നത്, അതല്ല വാളംപുളിയാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാൽ. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നെയ്മീനാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദശകട്ടിയുള്ള മീൻ എടുക്കാം. അതല്ല സാധാ മീനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈവൻ നത്തോലിയിലാന്നേ പോലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മറ്റ് മീനുകളിലെ വെച്ച് നോക്കുമ്പോൾ, അതായത് ദശകട്ടിയുള്ള മീൻ വെച്ച് നോക്കുമ്പോഴും നത്തോലി ചെയ്യുമ്പോഴും ഒരു വ്യത്യാസമല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ രുചിക്ക് വ്യത്യാസം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതേത് മീൻ വെച്ചാണേലും നമുക്കിത് ചെയ്യാൻ നോക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. നമ്മൾ പുളിവെള്ളം ഓൾറെഡി ചേർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി തക്കാളി ഇടുക. അത് പുളിക്ക് വേണ്ടിയല്ല, പക്ഷെ അതിനകത്തൊരു റെഡ് കളർ വരികയല്ലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടിയത് നിറച്ച് കറിവേപ്പില. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി വേണ്ടിയ ഒരു ഇച്ചിരി ഉപ്പ്. ഇതിനകത്തോട്ട് നമ്മളിത് ഈ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇടുക. കുറച്ചു നേരം പെരട്ടി വെച്ചാൽ ഇച്ചിരി കൂടി നല്ലതാണ്. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും, പക്ഷേ ഇത്രയും ഗ്രേവി ഇതിനകത്ത് പിടിക്കാനുള്ളത് കൊണ്ടും പേടിക്കണ്ട. മീനിനകത്തെല്ലാം മസാലയും ചേർക്കാൻ വലിയ പ്രയാസമില്ല കറിയായിട്ട് വെക്കുവാണെങ്കിൽ. ഇതിപ്പം പൊള്ളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മീൻ വറുത്തെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മീനിനകത്തോട്ട് കുറച്ച് നേരം മസാല ഇരിക്കുന്ന നല്ലത്. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മീനൊന്ന് വറുത്ത് കോരണം. ഒരുപാട് ഡീപ് ഫ്രൈ അല്ല, പക്ഷെ എന്നാൽ ഒരു ഇച്ചിരി ഷാലോ ഫ്രൈയും അല്ല, എന്നാൽ ഇച്ചിരി മൊരിയോ വേണം. കാര്യം എന്നാ വെച്ചാൽ പെരട്ടാണ്. ഇത് വറക്കും തോറുവാന്നു ഈ പറഞ്ഞ പോലെ മീന് പൊടിയാതെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ പച്ച മീൻ ആ മസാല തന്നെ ഇട്ട് ഒന്ന് പെരട്ടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് കെയർഫുൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇനി അതല്ല റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചെയ്യാം.
നമ്മൾ മീനെല്ലാം വറുത്തെടുത്തു. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് വേണ്ട കുറച്ച് മല്ലി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക്, പിന്നെ ഒരു 2-3 ഉലുവ ഒരുപാട് ഇടണ്ട, ഒരു പിഞ്ചിട്ടാൽ മതി. ഇതൊന്ന് നല്ലതായിട്ട് പൊട്ടിക്കഴിഞ്ഞേച്ച്, അതായത് മല്ലി ഒന്ന് പൊട്ടണേ. ഞാൻ ഈ സവാള ഇതിനകത്തോട്ട് ഇടുക. ഇനി ഇതിനകത്ത് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ് ഇടാനെങ്കിൽ അത് ഇടാവേ. അങ്ങനെ തേങ്ങാക്കൊത്ത് ചേർക്കുവാണെങ്കിൽ കുറച്ച് പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പൊ നല്ല ടേസ്റ്റ്. ഇതിന് കൂടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചിടുകയോ അരിഞ്ഞിടുകയോ ഏത് വേണമെങ്കിലും ചെയ്യാം. അത് മസ്റ്റ് അല്ല, ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ മാത്രം. ഒരുപാടൊന്നും ഇടുകയല്ല, ഒരു ശകലം, ഒരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുള്ളൂ, മതി. ഇതും കൂടെ ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ ഉണ്ടാവുന്ന മണത്തിൽ കറിവേപ്പിലേക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതിനെ ഇട്ടില്ലെങ്കിൽ കുറച്ച് അത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എപ്പോഴും ചതച്ച് ചേർക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന എന്നാ ചെയ്യാൻ നോക്കും, ധൃതിക്കൊക്കെ പെട്ടെന്ന് മേടിച്ച് വെച്ചേക്കുന്ന അത്യാവശ്യ കാര്യങ്ങൾക്കും ധൃതി പിടിച്ച് വെളിയിൽ പോവാന്നെങ്കിലൊക്കെ വേഗം ചെയ്ത് വെച്ചേച്ച് പോകാനുള്ള എളുപ്പത്തിനാ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ അരിഞ്ഞോ എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രത്യേകം ബോക്സിൽ നമ്മൾ ഇട്ട് വെക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതായത് സമയം കിട്ടുന്ന ഏതെങ്കിലും ഒരു ദിവസം മതി. ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നും പറഞ്ഞാൽ ഇതിനെ ഒരിക്കലും കുറ്റം പറയുകയല്ല. കാര്യം ആവശ്യ സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന, അതിനൊന്നും കുറ്റം പറയാൻ പാടില്ലല്ലോ. പെരട്ടായതുകൊണ്ടുണ്ടല്ലോ സവാള നമുക്ക് കൂടുതൽ വേണമെങ്കിൽ, അതായത് ആ ഒരു ഗ്രേവി കുറച്ച് പൊതിഞ്ഞൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സവാള കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ഒത്തിരി പെരട്ടങ്ങ് എടുക്കുന്നില്ല. ഗ്രേവിയോട് പെരട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ കാണുകയില്ല, എല്ലാം അരപ്പ് തന്നെയായിരിക്കും. ഇപ്പം നമ്മുടെ സവാള ഇച്ചിരി മൂത്തു. ഇനി ഇതിനകത്തോട്ട് തീ നല്ലോണം കുറച്ച് വെച്ച് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാവേ. അതായത് നമ്മൾ മീനിനകത്ത് ചേർത്ത അതേ പൊടികൾ അതെല്ലാം ചേർത്തോണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം. കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇടുന്നോണ്ട് തെറ്റില്ല, ഇടാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച്, അതല്ല കുറച്ച് പച്ചമുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചേർത്ത പൊടിയെല്ലാം ഒന്ന് ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പുളിയായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ല പുളി കുതിർത്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ആദ്യം ഒഴിക്കുക. എന്നിട്ട് ഒരു കഷ്ണം പുളി, അപ്പം ഞാൻ ആദ്യം അതിൻ്റെ വെള്ളം ഒഴിക്കുവാണേ. കാര്യം എന്താന്ന് വെച്ചാലേ ഒത്തിരി പുളി അങ്ങോട്ട് ചേർക്കണ്ട. പുളിയുടെ വെള്ളമാകുമ്പോൾ അതിനകത്ത് പുളി കാണും നല്ലോണം. അപ്പം ഇച്ചിരി മതി. ഇപ്പോഴത്തെ ഒഴിച്ചപ്പോൾ തന്നെ നല്ല മണമുണ്ട് ആ പുളിയുടെ. അതുകൊണ്ട് കഷ്ണം ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ആ ചേർത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നോട്ടെ. ഇതുവരെ ഞാൻ ഉപ്പിട്ടില്ല, മീനിനകത്ത് മാത്രമേ ഇട്ടുള്ളൂ. അപ്പം എന്നാന്ന് വെച്ചാൽ ഈ അരപ്പിന് വേണ്ടിയ ഉപ്പ് ഒരു ഇച്ചിരി ചേർക്കുക. പിന്നെ നമ്മുടെ എണ്ണ എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാല്, എനിക്ക് എന്തായാലും മുഴുവൻ തേങ്ങാപ്പാലും വേണം. ഒരു ഇച്ചിരി ചേർത്തന്നേ ഉള്ളൂ. കാര്യം വെള്ളം ഒഴിക്കുന്നതിനേക്കാട്ടിലും സ്വാദ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അരപ്പൊക്കെ ഒന്ന് വേവിച്ച് തേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴല്ലേ അതിൻ്റെ സ്വാദ് വേറെയാ. പിന്നെ തേങ്ങാപ്പാൽ എടുക്കാൻ നമുക്ക് പ്രയാസം വന്നേലും പേടിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല.
നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ടെന്നല്ല വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീന് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകും. ഇതിനകത്തോട്ട് ഞാൻ ബാക്കി തേങ്ങാപ്പാൽ, ഇതിനകത്ത് കുറച്ച് കുരുമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. കുരുമുളകല്ല, ഇവിടെ പൊടിയുണ്ട്. പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഇതൊക്കെ ആ മീനേല് നമ്മൾ ചേർത്ത അരപ്പ്, പൊടി, തേങ്ങാപ്പാല്, പുളി, ഉപ്പ് ഇതെല്ലാം പിടിച്ചതിന് ശേഷമേ ചേർക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നറിയോ, ആ ഏറ്റക്കുറച്ചിൽ പെട്ടെന്ന് അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇച്ചിരിയും കട്ടി തേങ്ങാപ്പാലാണ് എടുത്തേ. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം വേണം. ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി ഇടുവാണേ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് ആ അരപ്പിൻ്റെ മണം വന്നപ്പം ഒരു ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഒരു കുറവ് തോന്നുന്നുണ്ട്. ഞാനൊരു കുറച്ച് ഇടുവാന്നേ. ഇനി ആ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞ് നമ്മുടെ മീൻ പെരളൻ ഒരു കുറച്ച് സൗന്ദര്യം വയ്ക്കാൻ വേണ്ടി ഒരു കുറച്ച് തക്കാളി, പുളി ഉണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട് വാളംപുളിയുടെ വെള്ളം, നോക്കിയേച്ചു വേണം തക്കാളിയൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ പുളിയുടെ വെള്ളത്തിന് ഞാൻ ഒഴിച്ചപ്പോഴേ ഞാൻ പറയില്ലേ നല്ല മണമുണ്ടെന്ന്. അന്നേരം അഥവാ അങ്ങനെ ഒത്തിരി പുളി ഫീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെറിയ ഫ്ലെയിമേൽ വെച്ച് കുറച്ച് നേരം അരപ്പെല്ലാം ഒന്ന് മീനെ പിടിക്കണ്ടായോ, ഈ സമയത്ത് ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് നോക്കി വെച്ച് നമ്മൾ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് ചേർത്താൽ മതി. അപ്പം മീനിലെല്ലാം പിടിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒത്തിരിയും വെള്ളം എടുത്ത് ഒഴിച്ച് മീൻകറി പോലെ ആക്കരുത്, ഇത് പെരട്ടാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തൊരു കട്ടി ഗ്രേവി ആക്കാം, അത് ചെയ്യാം. പക്ഷെ മീനിൻ്റെ ഗ്രേവി ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ അരപ്പൂടെ കൂട്ടി ആക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പെരളൻ വേറെ, മീൻ കറി വേറെ അല്ലേ, രണ്ടും രണ്ടല്ലേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതിന് കുറച്ച് സമയം കൊടുത്തില്ലെങ്കിൽ ഇറച്ചിയും മീനിനും ഒക്കെ ഉണ്ടല്ലോ ഇച്ചിരി സമയം വേണം അതിൻ്റേതായ ഉപ്പ്, പുളി, എരിവ് എല്ലാം പിടിക്കാനായിട്ട്. അതേപോലെ ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ പൂർണ്ണതയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റും കിട്ടുകയില്ല. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരെന്നറിയോ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആക്ട്രസ്സായിട്ട് മാല പാർവതിയാണ് വരാൻ പോകുന്നത്. പാറു എന്തെല്ലാം വർത്താനം ടി വി കൂടെ നമ്മൾ കേൾക്കുന്നു, നമ്മളെയൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. പാറുച്ചി എൻ്റെ ഒരു മൂത്ത ചേച്ചിയെ പോലെ തന്നെ. നമസ്തേ. നമസ്തേ. ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഇതൊക്കെ ഭയങ്കര ഫോർമൽ ആവും, കാരണം ചേച്ചിയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ല. ശരിക്കും എൻ്റെ ഒരു ചേച്ചിയെ പോലെ തന്നെയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ കാണുമ്പം ചേച്ചി ഒരു ജേർണലിസത്തിലാണോ നിൽക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ ആക്ട്രസ് ആയിട്ടില്ല, അങ്ങനെ ഒരു മേഖലയിലാണ്. പക്ഷെ ഇപ്പോൾ ചേച്ചി ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ എനിക്ക് അറിയേണ്ടതൊന്നുമല്ല, ഒരു ബോൾഡ് ജേർണലിസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് ആർട്ടിസ്റ്റിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുമ്പ് എൻ്റെ ഒരു വലിയ സംശയം, മാല പാർവതി. മാല അമ്മയാണോ? അല്ല, എന്റെ വീട്ടിലെ പേരാണ് മാല. പിന്നെ പാർവതി ആണല്ലോ എല്ലാരും അറിയുന്നത്. പാർവതി ടി എന്നാണ് എന്റെ ഒഫീഷ്യൽ പേര്. വീട്ടിൽ വിളിക്കുന്നത് മാല എന്നായിരുന്നു കൊച്ചിലേ മുതലേ. അപ്പൊ ഈ സിനിമയിൽ വന്നപ്പോ ഓർമ്മയില്ലേ, സുപ്രഭാതം പാർവതി, തിരുവനന്തപുരത്തെ പാർവതി, അങ്ങനെ പല ഐഡന്റിറ്റിയിലായിരുന്നു, പല പാർവതിയായിരുന്നു ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പക്ഷെ സിനിമയിൽ വന്നപ്പോ എന്റെ മെയിൽ ID മാല പാർവതി അങ്ങനെയാ.
അപ്പോൾ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് പെല്ലിശ്ശേരി അദ്ദേഹം ചോദിച്ചു, ഈ പേര് തന്നെ അങ്ങ് സിനിമയിൽ യൂസ് ചെയ്തോടെ ഒരു ഐഡന്റിറ്റി ആവുമല്ലോ. അപ്പം ഞാനൊരു ഇന്റർവ്യൂ എടുക്കുമായിരുന്നു ബിവെയർ ഓഫ് ഡോഗ്സിന്റെ സിനിമയുടെ. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ അങ്ങനെ കൊടുത്തോളൂ. അപ്പം അങ്ങനെ അദ്ദേഹമാണ് ശരിക്കും മാലാ പാർവതി എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. അങ്ങനെ ആ പേര് അങ്ങനെ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ചേച്ചിക്ക് പേര് അങ്ങനെ വേണം ഇടായിരുന്നത്. മാല എന്ന് പറഞ്ഞ മഹാലക്ഷ്മി ഷോർട്ട് ഫോം. അപ്പൊ ഇന്ന് എന്റെ ആനീസ് കിച്ചണിൽ മഹാലക്ഷ്മിയാണ് വന്നത്. മാല പാർവതി ചേച്ചി. പക്ഷെ ഞാൻ പരിചയപ്പെടുന്ന ആ കാലം തൊട്ട് ചേച്ചി ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ചേച്ചി ഭയങ്കര ബോൾഡായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി ഞാൻ മനസ്സിലാക്കിയത്തോളം ചേച്ചി ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ആ ജേർണലിസ്റ്റ് പാർവതിയെ കുറിച്ച് ഒന്ന് പറയാമോ? ജേർണലിസ്റ്റ് എന്ന് എന്നെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ചത് സൈക്കോളജിയാണ്. പക്ഷെ എൻ്റെ ജോലിയുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ടെലിവിഷനിലും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസും ജോലിയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായി. 95 to 2007. ചേച്ചി ഈ പ്രൊഫഷൻ ഇഷ്ടമായിരുന്നു? ഏത്? ഈ ചാനലിലേക്ക് വരാനും ഇന്റർവ്യൂ ചെയ്യാനും അങ്ങനെ. ഈവൻ ദോ യു പാസ് സൈക്കോളജി, അതുകൊണ്ട് ചേച്ചി I don't know, it was just coincidence. ഞാൻ ഒരു ടെലിവിഷനിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഷോ ചെയ്യാനായിട്ട് സൈക്കോളജിയിൽ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ ഒരു ഷോ ചെയ്യാൻ അവർക്കൊരു ആങ്കറിനെ വേണമായിരുന്നു, ഹു ന്യൂ സൈക്കോളജി. അപ്പൊ എന്നാലേ ആ ഇന്റർവ്യൂ പോവുള്ളായിരുന്നു ഡോക്ടർ പ്രവീൺ ലാലിനോടൊപ്പം. അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനത് കുറെ എപ്പിസോഡ്സ് ആയപ്പോൾ എൻ്റെ എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത എഡിറ്റ് ഇല്ലാതെയായിരുന്നു ഷോ. ലൈവ് അല്ല, എഡിറ്റ് വേണ്ടായിരുന്നു എൻ്റെ ഷോസിന്. ആ ഷോ നമുക്ക് ക്യൂ ചെയ്യുമ്പോൾ അവര് കൊണ്ട് ഇത് ചെയ്ത് 26 minutes ഒറ്റയടിക്ക് അങ്ങ് പോകും. എഡിറ്റ് ഇല്ലായിരുന്നു ആ ഇന്റർവ്യൂ. ലൈവ് ഷോ പോലെ ആയിരുന്നു അത് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറയും, ഷോ കഴിയും, 25 minutes നിർത്താൻ പറഞ്ഞു. ഞാൻ കറക്റ്റ് 25 minutes അതിന്റെ കൺക്ലൂഡ് ചെയ്യും, ഷോ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇവർക്ക് ഒരിടത്ത് പോലും ഇത് കട്ട് വരാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവരത് നോട്ടീസ് ചെയ്തിട്ട് ഒരു ലൈവ് ഷോ ചെയ്യാൻ പോയപ്പോൾ ഏഷ്യാനെറ്റിൽ സുപ്രഭാതം എന്ന് പറയുന്ന ഫസ്റ്റ് എവർ ഷോ, അതിലെ പ്രധാനപ്പെട്ട ആങ്കേഴ്സ് സനൽ പോറ്റി, രാജശ്രീ വാര്യർ, BR പ്രസാദും ഞാനും 4 പേരെയാണ് എടുത്തത് 2 ടീമായിട്ട്. ആദ്യത്തെ ടീമിൽ പിന്നെ സനൽ പോറ്റിയും രാജശ്രീ വാര്യരും, രണ്ടാമത്തെ ടീമിൽ BR പ്രസാദും ഞാനും. ഒരാഴ്ച ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഗസ്റ്റ് ഉണ്ടാവും, ഒരു യുവ പ്രതിഭ ഉണ്ടാവും, ഇതുപോലെ പല പല പ്രോഗ്രാംസ് ഉണ്ടാവും. ഇതിന് ലൈവായിട്ട് നമ്മൾ കമൻട്രി പറയണം, ഇൻ്റർവ്യൂ ചെയ്യണം. പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആരാണെന്ന് ഞങ്ങൾ അറിയില്ല. അപ്പോൾ ലൈവായിട്ട് തെറ്റാതെ പോണം. അപ്പം അതിനുള്ള ഒരു ഇതുണ്ടെന്ന് ശശികുമാർ സാറിന് തോന്നിക്കാണും. സുരേഷ് പട്ടാലി, അശോകൻ PV ഒരു ടീമായിരുന്നല്ലോ, സക്രിയ സാറൊക്കെ ഉള്ള അവരാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ദാറ്റ് ഞാൻ അങ്ങനെ ഒരു മേഖലയിലേക്ക് മീഡിയയിലേക്ക് വന്നു എന്നുള്ളത്. അത് 2007 വരെ പാരലായിട്ട് അങ്ങനെ പോയി. ഇടയ്ക്ക് ബ്രേക്കുകൾ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. അപ്പൊ ഈ സൈക്കോളജി ചേച്ചിനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു ബി എ ജേർണലിസ്റ്റ്? ആക്ച്വലി നോട്ട്. രണ്ടാമത് ഒരുപാട് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയും പഠിക്കുകയും പുതിയതായ മേഖലയായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അങ്ങനെ സൈക്കോളജി എന്നെ ഈ മേഖലയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു പുതിയ മേഖലയല്ല, അതിന് വേറെ തന്നെ പഠനങ്ങൾ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ ഹാർഡ് വർക്ക് ആയിരുന്നു ജേർണലിസം? ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് LLBക്ക് ജോയിൻ ചെയ്യാം. ഈ ജേർണലിസ്റ്റിൽ ഭയങ്കര ബോൾഡ് ആയിരിക്കണം എന്ന് പറയും ജേർണലിസ്റ്റുകൾ ബേസിക്കലി. ആണോ? അങ്ങനെ ആവണം? നമുക്ക് സത്യം പറയാനോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ ഭയം ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ബോൾഡ് എന്നുള്ള അർത്ഥത്തിൽ അല്ല, നമ്മൾ സെൻസിറ്റീവായ വ്യക്തികളാകുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ചുറ്റുമുള്ളവരോട്, ചുറ്റുപാടിനോട്, അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങളോട്, മനസ്സിലാക്കുന്ന കാര്യങ്ങളോട് ഓപ്പണായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിനെക്കുറിച്ചൊരു പരിഹാരം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് ഒരു സെൻസിറ്റീവ് മനസ്സുകൊണ്ടും ആവാം. എന്നെക്കുറിച്ച് പൊതുവേ ഇപ്പം ഒരുപാട് പേരൊക്കെ ഓൺലൈൻ വഴിയൊക്കെയാണല്ലോ നമ്മളെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഭയങ്കര അഗ്രസീവ്, തൻ്റെടി അങ്ങനെ ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ജസ്റ്റിസിന് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അങ്ങനെ സംസാരിക്കും. ബിക്കോസ് അതൊരു വിഷയമാണ്. അതൊരു നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വളരെ ശക്തമായി ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ ഒരു ആളല്ല. എനിക്കറിയാം. അല്ല ചേച്ചി, അപ്പൊ നമ്മളിപ്പം ആസ് എ വ്യക്തി എന്ന നിലയ്ക്ക് ചേച്ചി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഓക്കെ. പക്ഷെ നമ്മൾ ഈ ജസ്റ്റിസിന് വേണ്ടി വാദിക്കുമ്പോ നമ്മൾ ചേച്ചി ഒരു വേറൊരാളായി മാറുന്നുണ്ട്. നമ്മൾ ലൈവ് കണ്ടതാ. അപ്പൊ ചേച്ചി വേറൊരാളായി മാറുന്നുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ചേച്ചി ഇപ്പുറത്തെ ഒരു ആസ് എ പേഴ്സൺ
വെരി പ്രൈവറ്റ് വേൾഡിൽ പേഴ്സണൽ ലൈഫിൽ നോക്കുവാന്ന് ചേച്ചി ഭയങ്കര പാവമാണ്. പക്ഷെ ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ ചേച്ചി ഭയങ്കര ഈ പറഞ്ഞ അഗ്രസീവ്, തൻ്റെടി, ജസ്റ്റിസിന് വേണ്ടി വാദിക്കുന്നു. അത് എന്റെ ന്യായം പറയുന്നതിൽ ഞാൻ എടുക്കുന്ന എന്റെ കൺവിക്ഷനാണ്. ചേച്ചി അപ്പൊ നമ്മള് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുവല്ലേ? ഇങ്ങനെ ആരെന്താ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പല ചോദ്യങ്ങൾ വരത്തില്ലേ? അല്ല, ഞാൻ ഒരു എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മലയാള മനോരമയുമായിട്ട് ചേർന്ന് 2005 ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെരിമെന്റ് പത്രമാണേ, അന്ന് എല്ലാവരും പറയുന്ന പോലെ ചാനലും വീഡിയോ ഒന്നും ഇല്ല. അപ്പം അന്ന് ഈ പിന്നെ റോഡിൽ കൂടെ സ്ത്രീകൾ ഇറങ്ങി നടന്നാൽ സ്ത്രീകളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറച്ച് മോശം സ്ത്രീയായിട്ട് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്ന് മോശമായിട്ട് പെരുമാറുകയും നമ്മുടെ കൂടെ വരുന്നോ എന്നൊക്കെ ചോദിക്കുകയും രാത്രി ഭയങ്കര പ്രോബ്ലം ആയിരുന്നു തിരുവനന്തപുരത്ത് ആ സമയത്ത്. PS ആണ് ആ സമയത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പോലൊരു കാര്യം ചെയ്തപ്പോൾ മനോരമയുടെ പത്രക്കാരെല്ലാം ചുറ്റുമുണ്ട്. അപ്പോൾ അവരോട് ഞാൻ വെച്ച 2 കണ്ടീഷൻ, ഒന്ന്, എൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും മോശമായി പെരുമാറുകയാണെങ്കിൽ അവരുടെ പത്രത്തിൽ അവരുടെ ഫോട്ടോ ഇടാൻ പാടില്ല. കാരണം സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ് അവർ മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം മാറ്റാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അവരെ ഹേർട്ട് ചെയ്യാനോ അവരുടെ വീട്ടുകാരെ ഉപദ്രവിക്കാനോ ആകരുത് ഈ എക്സ്പെരിമെൻറ്റ്. വേറൊരാളോ ഇവൻ ഭയങ്കര ചീത്തയാണ്, അയാൾ ഭയങ്കര ചീത്തയാണ്, പല മനുഷ്യരും അങ്ങനെ ഉണ്ടാവും. നമ്മൾ സിസ്റ്റത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവരെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷൻ. ജോൺ മുണ്ടക്കയം സാറ് സാക്ഷി, അദ്ദേഹത്തിനോടാണ് ഞാൻ സംസാരിച്ചത്. അവരത് സമ്മതിച്ചു. അങ്ങനത്തെ അപ്പം എന്നെ സംബന്ധിച്ച് ആ സിസ്റ്റം മാറാനാണ് ഞാൻ ശ്രമിച്ചത്. ആൾക്കാരെ കോർണർ ചെയ്ത് ഇവനൊക്കെ അങ്ങനെ വേണ്ട. അങ്ങനെ അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇനി ആ ഒരു പ്രവൃത്തി ഉണ്ടാവരുത്. ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് മാത്രമേ ചേച്ചി പോയിന്റ് ചെയ്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് 2005 നമ്മൾ അത് കഴിഞ്ഞ് അന്ന് ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിച്ചു. രാത്രി നടന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഭയപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആലിൽ പോലെ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. അപ്പം നമ്മുടെ മനോരമയിലെ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ ചേട്ടൻ വണ്ടിയിൽ കയറിയിട്ട് മതി, ഇനി പാർവതി വീട്ടിൽ കൊണ്ടുവിട്, എനിക്ക് എത്ര നാളുകൊണ്ട് കാണുന്നതാണ്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഒരു സമയത്ത് ഇങ്ങനെ ആ ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചു, ഓട്ടോറിക്ഷയിൽ കയറ്റാനായിട്ട്. അപ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ എവിടുന്നോ പാഞ്ഞു വന്നു. മതി, ഇത് മതി, എക്സ്പെരിമെൻറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരുപാട് നെഗറ്റീവായിട്ട് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന സമയത്ത് തന്നെ പിന്നെ കുറേ നാളത്തേക്ക് എന്നെ ആൾക്കാർ കല്യാണത്തിന് പോലും വിളിക്കത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ തിരുവനന്തപുരം നഗരത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരാളെന്നൊരു പേരും കൂടെ ആ സമയത്ത് കിട്ടി. ഞാൻ പറയാൻ ശ്രമിച്ചത്, ബസ്സിൽ വെച്ച് എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. ഞാൻ ചെന്ന കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഈ ടെലിവിഷനിൽ കാണുന്ന മുഖമൊക്കെ ഉള്ളവർ ഇതിനകത്ത് കയറി ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും, നിങ്ങളതിനെ അതിനകത്ത് വലിഞ്ഞു കയറുന്നതെന്ന് അങ്ങനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത്, നമ്മൾ ഈ ബസ് ലേറ്റായി, ബസ് ബ്രേക്ക് ഡൗൺ ആയി, നമ്മുടെ ബസ് സമയത്തിന് എത്തിയില്ല, ഇങ്ങനെയുള്ള നമ്മളുടെ കയ്യിലല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എനിക്ക് അനുഭവപ്പെട്ട ഒരുപാട് പേർക്ക് അനുഭവപ്പെടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്തുകൊണ്ടില്ല? ആ സമയത്ത് നമ്മളങ്ങനെ വിഷമിച്ചെങ്കിലും അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് മനോരമയെ സമീപിച്ചത്. ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റോഡിലോ നമുക്ക് 5 നഗരങ്ങളുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഇപ്പോൾ പേരൂർക്കട ഹോസ്പിറ്റലുണ്ട്, ജനറൽ ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്, അല്ലേ, എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരാൾക്കൊരു വയ്യാതെ ഹോസ്പിറ്റലായി, ഒരു സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളൂ, അവർ ആ ആശുപത്രി എത്തുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവരൊരു ഓട്ടോറിക്ഷ കിട്ടാൻ പൈസ ഇല്ലെങ്കിൽ അവർ അടുത്ത ഓട്ടോറിക്ഷ പിടിച്ച് അല്ലെങ്കിൽ ബസ് പിടിച്ച് അവർ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും? എൻ്റെ വീട് മെഡിക്കൽ കോളേജിലാണ്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോയാൽ സേഫാണ്. അപ്പോൾ ആ ഒരു ആലോചനയാണ് അതിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഡോ പോലീസിങ് ഉണ്ടായി. അവിടെ മുഴുവൻ വെട്ടം വെച്ചു, ലൈറ്റ് ഇടിയിച്ചു, ലേഡി ഫ്രണ്ട്ലി, വിമൻസ് ഫ്രണ്ട്ലി ഓട്ടോറിക്ഷകൾ വന്നു. അങ്ങനെ ഒരുപാട് എല്ലാ കോട്ടയം മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായി. ഒരുപാട് പോലീസ് സ്റ്റേഷൻ, പോലീസ് എയ്ഡ് പോസ്റ്റ്, വനിതാ എയ്ഡ് പോസ്റ്റ് വന്നു. ഇതെല്ലാം തന്നെ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഞാൻ എഴുതി കൊടുത്തൊരു കുറിപ്പുണ്ടായിരുന്നു. അതിനകത്താണ് വേറൊരു സജഷൻ ഞാനത് പറഞ്ഞിരുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു നഗരത്തിൽ ഒരു ജില്ലയിലായിപ്പോയാൽ അവിടെ നമുക്ക് സേഫായിട്ടുള്ള ഹൗസസ് വേണം താമസിക്കാൻ. അപ്പം നമ്മളിപ്പം ബസ് ബ്രേക്ക് ഡൗൺ ആയി, നമ്മൾ തിരുവല്ലയിലെത്തി, നമുക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ലെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ സ്ത്രീകൾക്ക് താമസിക്കാൻ പറ്റുന്ന ലോഡ്ജുകൾ, ഹോട്ടലുകൾ, അവരുടെ ബഡ്ജറ്റിനുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് പോലീസ് പ്രൊട്ടക്ഷനിൽ അവരെ അവിടെ ആക്കണം. പിറ്റേന്ന് രാവിലെ പോകുന്നത് വരെ. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാനാണെങ്കിൽ അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ നിൽക്കുന്നത് എന്തൊരു ബോറാണ്. ഇന്നത്തെ കാലത്ത് ഈ 2026 ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല ഞാൻ എന്താ പറയുന്നത്.
നമ്മളുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സുരക്ഷിതത്വം വേണം എന്നുള്ളതിനാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തിയത്. അന്ന് ഒരുപാട് എതിർപ്പാണ് എനിക്കുണ്ടായത്. ഒരുപാട് ഒറ്റപ്പെട്ടു. സൗമ്യ മരിച്ചപ്പോഴാണ് 2012 പിന്നീട് എനിക്ക് ഈ വിഷയത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയും ആൾക്കാർ എന്നെ ടെലിവിഷൻ 2012 സൗമ്യ മരിച്ചപ്പോഴാണ് ടെലിവിഷൻ ചാനലുകൾ ആദ്യമായിട്ട് പിന്നീട് എന്താണ് അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അത്രയും നാളും ഞാനൊരു ചേച്ചി ആ ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു അല്ലേ, അത്രയും സമയമെടുത്തു. ഞാൻ പറയുകയും ചെയ്തു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ഇത്രയും വർഷമെടുത്തു ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഓൾമോസ്റ്റ് 6 years എനിക്ക് ആ ഒരു തിരിച്ച് സൊസൈറ്റിയിലോട്ട് എൻട്രി കിട്ടാനായിട്ട്. പക്ഷെ എനിക്കതിൽ പരിഭവമൊന്നും ഇല്ല, ആൾക്കാർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ്, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കര ബോൾഡാണ്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആണെങ്കിലും നമ്മുടെ കൾച്ചറും ട്രഡീഷനും ഒരു സാധനം ഇല്ലേ, അത് ശരിക്കും ഒരു എന്താ പറയുക ബൗണ്ടറി പോലെ നിന്നിട്ട് അത് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലോ എന്ന് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലം അത് പറയാനും പാടില്ല, കാര്യം അവർ അത്രയും ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേച്ചി മിക്സ് ചെയ്യാൻ പറ്റുക? രണ്ടും വേണം. നമ്മളുടെ കാലത്തൊക്കെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം തരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടുന്നില്ലേ, അങ്ങനെ നമുക്കൊരു എന്തോ ഒരു ഔദാര്യം തരുന്ന പോലെയാണ്. ഇപ്പൊ നമുക്ക് രാത്രി പോയി നിങ്ങൾക്ക് ഒരു ഔദാര്യം തരുന്ന പോലെയാ, ഇത്രയും കൊണ്ടുപോയല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവകാശമാണെന്ന് ബോധ്യമാണ്. ഇത് രണ്ടും വലിയ വ്യത്യാസമാണ്. നമ്മളുടെയൊക്കെ 55 വയസ്സിൽ ഇപ്പൊ ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചില കാര്യങ്ങളും അതൊരു ഔദാര്യം കിട്ടിയ ചെയ്യാമോ, അത് വലിയൊരു കാര്യമായി പോയി, അവിടെ പോകാൻ പറ്റിയ, ഇങ്ങനെ എപ്പോഴും ഒരു താങ്ക്ഫുൾ ആയിട്ടാണ്. പക്ഷെ ചെറുപ്പക്കാർ കുട്ടികൾ അങ്ങനെയല്ല. പക്ഷെ ഈ അത് ഒരുപാട് പരിശ്രമങ്ങൾ, ഒരുപാട് സമരങ്ങളിലൂടെ പലരാൽ ശ്രമിച്ചാണ് ഈ ഒരുപാട് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇനിയും ഒരുപാട് ബെറ്റർ ആവാനുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും സെക്സിൽ ട്രേഡ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നത്, റേപ്പ്, കുഞ്ഞുങ്ങളുടെ കൊലപാതകം ഒന്നും ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അതെല്ലാം അങ്ങനെ നിൽക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതൊരു ആൾക്കാരെ ഈ സെക്ഷുവാലിറ്റിയുടെ പേരിൽ വെറുതെ കേസ് കൊടുക്കാം, വെറുതെ പറ്റിക്കാം, വെറുതെ പരാതി കൊടുക്കാം, അത് അങ്ങനെ പ്രശസ്തിയാവാം എന്ന് വിചാരിക്കുന്ന ഒരു മൈനോറിറ്റി ആൾക്കാരും ഇതിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും തമാശയുള്ള കാര്യങ്ങളേ അല്ല. ഈ പരാതി പറച്ചിലും ഈ ലൈംഗികമായി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ആരോപണവും ഒന്നും തമാശയല്ല, ഒരു വ്യക്തിയെയും ജീവിതത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് വളരെ കരുതലോടെ, ജാഗ്രതയോടെ, വളരെ അറിവോടെ, ചുമ്മാതെ ഫേസ്ബുക്കിലോ അവിടെ എവിടെയോ എഴുതേണ്ട ഒരു കാര്യവുമല്ല. എപ്പോഴും ഒരു ലീഗൽ സിസ്റ്റത്തിനെ സമീപിക്കണം, പോലീസിലോ കോടതിയിലോ പോകാൻ തയ്യാറാവണം നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ. സത്യം. അങ്ങനെ അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് അത് ഒരു പരാതി പറഞ്ഞാൽ അതിനെ ഏറ്റെടുക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്, അവർ നോക്കിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ ആരെയും ഉപദ്രവിക്കാമെന്ന് പറയുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു കാലത്തിലല്ല നമ്മളാരും ജീവിച്ചത്. ഞാൻ ജീവിച്ചത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ഞാനേയല്ല. അപ്പം നമ്മളൊക്കെ ജീവിച്ചത് നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും അവരുടെ ചുറ്റുപാടും കൂടെ പരിഗണിച്ചിട്ട് ഒരു കമ്പാഷനോട് കൂടിയാണ് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ സിസ്റ്റം മാറണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് ഉപദ്രവിച്ച ആൾക്കാരുടെ വേണമെങ്കിൽ പടവിട്ടിട്ട് വേണമെങ്കിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാമായിരുന്നു. അത് വേണ്ട, അതല്ല ഉദ്ദേശം. സിസ്റ്റം മാറുകയും ചെയ്തു. ഇനി വരുന്ന ജനറേഷനും സേഫ് ആയിരിക്കണമല്ലോ. പിന്നെ അത് ഉറപ്പായിട്ടും മാറണമല്ലോ. നമ്മൾക്ക് അനുഭവിച്ച ഒരു കാര്യം, ഈ അനുഭവം വിഷമം ഉണ്ടാക്കിയ അനുഭവമാണ്, അത് ഞാൻ അനുഭവിച്ചു. നാളെ ഒരു കാലത്ത് അത് എങ്ങനെ ഇല്ലാതാക്കാം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാവണ്ടേ? അപ്പൊ ആ ശ്രമം വന്നു കഴിയുമ്പോൾ തന്നെ, അതിനൊരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ തന്നെ ചേച്ചി നമ്മുടെ കൾച്ചറും ട്രഡീഷനും വിട്ട് നമ്മുടെ കുട്ടികൾ പോകുന്നില്ല. ഫ്രീഡം എന്ന് പറയുന്ന വേറൊരു കാര്യമാണ്. ഫ്രീഡം കൊടുക്കാതിരുന്ന വീട്ടുകാരുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചത് കൊണ്ടും കൾച്ചറും ട്രഡീഷനും കീപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് ഫ്രീഡം കിട്ടുമ്പോൾ അവർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അന്നും അങ്ങനെ തന്നെയാണ് നമ്മുടെ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും. ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരു പക്ഷേ ബാംഗ്ലൂറോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും അവരുടെ സ്വാതന്ത്ര്യം കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു അടച്ചു പിടിക്കലല്ല. ഫ്രീഡം കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ ലൈഫാണ്. ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും ഉത്തരം പറയാൻ നിങ്ങൾ തന്നെ ബാധ്യസ്ഥരാണ്. എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി വളർന്ന ഒരാളാണ് കൊച്ചിലെ മുതലേ. പക്ഷെ അതിന്റെ കൂടെ ഈ റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ചെയ്താലും നമ്മൾ തന്നെ ഉത്തരവാദിയാ. അതിനകത്ത് ആരും നമ്മൾക്ക് മറപിടിക്കാനോ ഒരു സപ്പോർട്ട് ചെയ്യാനോ വരില്ല.
അത് ഫുൾ സ്റ്റോപ്പാണ് അവിടെ. നമുക്കൊരു എന്തെങ്കിലും ഒരു നോ കോമ കുത്ത് ഒന്നുമില്ല. നമ്മൾ തന്നെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഭയങ്കര സീരിയസ് ആയി പോകുന്നു. ഇല്ല ചേച്ചി, ആനീസ് കിച്ചണിൽ വരുമ്പോൾ എനിക്ക് ഒരുപാട് ചിരിയും നല്ല ഓർമ്മകളുമാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കൽപ്പന ചേച്ചിയുടെ എപ്പിസോഡ് പിന്നെയും പിന്നെയും പിന്നെ അതെ ചേച്ചി. ആ ഷോ ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ കൽപ്പന ചേച്ചിയോട് വർത്താനമേ പറഞ്ഞിട്ടില്ല. കൽപ്പന ചേച്ചി ഇങ്ങനെ കടക്കടാ ആ ഷോ ഇപ്പോഴും കാണുമ്പോ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ? ഞാൻ എത്ര തവണ കാണുമെന്ന് അറിയാമോ? അത് വഴുതരങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ കഥ. ആ പൊടിപോളിക്കോട്ട് വന്ന നൈറ്റി എടുത്ത് അങ്ങോട്ട് ഇടും. അശോകനഗറിൽ വീട്ടിൽ താമസിക്കും ലക്ഷ്മി ചേച്ചി, ലക്ഷ്മിയമ്മ ചോദിക്കും അരിയട്ടെ എടുക്കട്ടെ വഴുതരങ്ങ. ഒരു ആനീസ് കിച്ചൺ ആണെന്ന് അവരുടെ വിചാരം. പിന്നെ അത് ഏറ്റവും എന്താ പറയാ, അമ്മയ്ക്ക് എടുക്കട്ടെ എന്ത് അയ്യോ വേണ്ട മോളെ, അമ്മായിയമ്മ ഉപദ്രവിക്കുകയാണെങ്കിൽ മക്കൾ അതൊക്കെ കൊടുക്ക്. അത് കലച്ചേച്ചിയെ കുറിച്ച് പറയുന്നത്, പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനൊരു കൂടപ്പുറപ്പില്ല. മലയാളത്തിൽ ഇത്രയും മനോഹരമായ മലയാള ഭാഷ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി സത്യമായിട്ട് കൽപ്പന ചേച്ചി. ഭയങ്കര എന്ത് ദൈവമേ, കൽപ്പന ചേച്ചി നല്ലൊരു മനസ്സുള്ള ഒരു ചേച്ചി. ഞാൻ വർക്ക് ചെയ്തപ്പോഴും അത് ഏറ്റവും കൂടുതൽ ആ പൊങ്കാല ഇടുന്ന സമയത്തൊക്കെ ഞാൻ കൽപ്പന ചേച്ചി അപ്പുറം ഇപ്പുറത്തെ വീടാ. അപ്പൊ അവിടെ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വിളിച്ച്, നീ എന്തിട്ടു, നീ എവിടെ വരെ എത്തി, നീ ഇട്ട് കഴിഞ്ഞോ? ശരിക്കും നമുക്കെല്ലാം മിസ് ചെയ്യുന്ന ചേച്ചി. അപ്പൊ കൽപ്പനിച്ചിട്ട് വരുമ്പോ ചേച്ചി ഈ ജേർണലിസത്തിൽ നിന്ന് എങ്ങനെയാണ് ആക്ട്രസിലേക്ക് മാറിയ? ബിക്കോസ് ഓഫ് യുവർ ഹസ്ബൻഡ്. ഏട്ടനാണ് ആദ്യം അഭിനയിച്ചത്? പിന്നെ അതിന് മുമ്പ് ചേച്ചി ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ചേച്ചിയോട് എന്താ ചോദിച്ചു, അഭിനയിക്കുന്നത്? ഇല്ല. ഞാൻ അന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. ഇത് സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു, ഞാൻ മറന്നുപോയി. ഒരു സിനിമയുടെ പ്രൊമോഷൻ. അപ്പോ അവർക്ക് ഒരു ആറ്റുകാൽ പൊങ്കാല ദിനം അന്ന് തന്നെ ഒരു ഷൂട്ട് ചെയ്യണം. സിദ്ദിഖ് സാറിന് എവിടെയോ പോകണം. അത് കഴിഞ്ഞാൽ ടൈമിന്റെ ഷൂട്ടിംഗ് നീളും. അപ്പൊ അവരൊരു അമ്മയെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പേരോട് പൊങ്കലിടുവോ? ഞാൻ ഇല്ല, എന്താ പാർവതി അഭിനയിപ്പിക്കാം. പൊങ്കാല ദിനത്തിൽ എല്ലാരും പൊയ്ക്കൊണ്ടിരിക്കുക. കൽച്ചേച്ചി, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആക്ടേഴ്സിനെ ഒന്നും കിട്ടാനില്ല, എല്ലാരും പൊങ്കാല ഇടും. ഞാൻ ഇങ്ങനെ പൊങ്കാല ഇടുന്നില്ല. എന്നാ പിന്നെ അഭിനയിക്ക് 2 ദിവസത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ചെയ്ത്, പേടിയായോ? പിന്നെ അല്ലേ, എനിക്ക് അഭിനയിക്കാൻ അറിയാവൂ. അറിയാം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു എന്ന് വെച്ചാല് അങ്ങനെ അഭിനയിക്കുന്നതിന് മുമ്പ് ശ്യാം പ്രസാദ് സാറൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നെ. അപ്പൊ ഞാൻ എന്നെ വിട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടില് ഈ പിന്നെ സുരേഷേട്ടനും രാധികയും ഭയങ്കര അടുപ്പമാണ്. എല്ലാ ഡെലിവറിയും വീട്ടിലായിരുന്നോണ്ട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും വന്ന് നല്ല പരിചയം. അപ്പൊ സുരേഷേട്ടൻ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും സിനിമ അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ സുരേഷേട്ടനെ സുരേഷ് നീ ഇഷ്ടമുള്ള അങ്ങനെ ഒന്നും പറയാൻ വയ്യ. ഹസ്ബൻഡ് ഓർക്കൊന്നും പറയാം. ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നു അഭിനയിക്കാൻ? എനിക്ക് ഒരു പിടിയില്ല അഭിനയിക്കാൻ. അപ്പൊ അവര് നല്ലതായിട്ട് ചെയ്തല്ലോ ചേച്ചി. എവിടെ നല്ലതായിട്ട് ചെയ്ത്? എന്റെ പൊന്നു കൊച്ചെ, അവിടെ വന്ന് അഭിനയിക്കാൻ പറഞ്ഞ അദ്ദേഹം ഡയലോഗ് പടപടപടാന്ന് ഞാൻ കാണാൻ പറഞ്ഞു. ടേക്ക് ഓക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായിരുന്നു ഞാൻ ചെയ്തത്? ഉള്ളിന്റെ ഉള്ളിലൊരു അല്ലെന്ന് കാണാതെ പഠിക്കാനുള്ള കപ്പാസിറ്റി മാത്രം. എന്തുവാ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അതിനകത്ത് ഞാൻ ചിരിക്കുന്നുണ്ട്. അതിനകത്ത് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരാളെ എൻട്രി ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഷായ് സാർ എന്തോ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഷോട്ട് ഓക്കെ ആയി. ഞാൻ സാറിനോട്, സാർ ഞാൻ ചിരിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ പറയേ. ഇനിയിപ്പോ ഞങ്ങൾ എല്ലാവരും അതൊന്നും എടുത്ത് വെച്ച് കാണട്ടെ. ചേച്ചിയുടെ അഭിനയം ഇത്ര റെയ്ഡ് നടക്കുമ്പോ ചിരിച്ചോണ്ടിരിക്കുന്ന ഏക ഒരു അമ്മ ഇത് മാത്രമേ ഉള്ളൂ. ചിരിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. ഇന്ന് ഞാനേ വഴുതനങ്ങ മെഴുക്കുവരട്ടി പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ കഴിച്ചാലോ? കഴിക്കാൻ എന്ത് രസമായിട്ടാ, വാ കഴിക്കാതെ. അപ്പൊ നമ്മൾ കഴിക്കാം. ഒന്നര കിലോ അല്ല 30 കിലോ വഴുതനങ്ങ അരിഞ്ഞു വന്നപ്പം ഇത്രേ ഉണ്ടായിരുന്നു, ഉണ്ടാക്കി വന്നപ്പോ ഇത്രയേ ഉള്ളൂ. ഒരു കുന്നുപോലെ കാണത്തില്ല നമുക്ക്. കറക്റ്റ്. ചേച്ചിയുടെ ഫുഡൊക്കെ എങ്ങനെയാ? എല്ലാം കഴിക്കും? ഇല്ല, എനിക്ക് കൂടുതലും ഇഷ്ടം വെജിറ്റേറിയൻ ആണ്. എന്നാ പിന്നെ വെജിറ്റേറിയൻ പറയാൻ മേലായിരുന്നോ? അയ്യോ, അത് എന്നാ പിന്നെ അബദ്ധമായി പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടം കേർഡ് റൈസ് ആണ്. കേർഡ് റൈസ് മാതളമൊക്കെ മുകളിലിട്ട്, പിന്നെ പനീറിന്റെ എല്ലാ ഡിഷസും എനിക്ക് ഇഷ്ടമാണ്. ചേച്ചി ചെയ്ത കഥാപാത്രം കംപ്ലീറ്റ് അമ്മ കഥാപാത്രം എന്താ? കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പിടിക്കേ. ഇതിപ്പോ പിടിക്കാനായിട്ട് ഇങ്ങനെ വരുമോ? ചേച്ചി അങ്ങ് അമ്മ മാത്രല്ലാതെ വരുന്നതല്ലേ എടുക്കാൻ പറ്റും.
നമ്മൾ എന്ത് വരുന്നു ഞാനതിന് എപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരാൾ പറയുകയാണ് ഇന്ന ക്യാരക്ടർ നിങ്ങൾ വന്നാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോഴാണല്ലോ നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഡയറക്ടർ നമ്മളെ ആ രൂപത്തിൽ കണ്ടു, അതിന് പോയി ഹാപ്പിയാണ് ഒരു ആക്ട്രസ് ആയാലും. വളരെ ഹാപ്പിയാണ്. ശരിക്കും ചേച്ചി ആ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ക്യാരക്ടേഴ്സ് വന്നപ്പോ ആദ്യം ചേച്ചി പറഞ്ഞു അഭിനയിക്കാൻ പറഞ്ഞു കയറി നിന്നു എന്നല്ലാതെ. ഷായ് സാർ പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ ആ മീഡിയവുമായിട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ ടൈം അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു തവണയും കൂടെ അത് സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ അത് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് അഭിനയിക്കണമെന്ന് തോന്നാറുണ്ട്. കാരണം ആ മോശമായിട്ട് അഭിനയിച്ച എല്ലാ ഡയറക്ടേഴ്സിനെയും കൂടെ ഒരു തവണ നന്നായിട്ട് അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നാറുണ്ട്. ഇപ്പം ഞാൻ കുറേ കൂടെ ഈ മീഡിയമായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. അതുകൊണ്ട് ഇപ്പം തമിഴിലൊക്കെ പോയി നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന, ഒറ്റയ്ക്ക് പോയി നമുക്ക് അവിടെ തമിഴും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ കുറച്ചുകൂടെ അത്ര ഭാഷയില്ലെങ്കിൽ പോലും കംഫർട്ടബിൾ ആകുന്ന മീഡിയം എൻ്റെ കയ്യിലായി. അത് നാടകം ചെയ്തുകൊണ്ടാണ്. ആണല്ലേ ചേച്ചി? ശരിക്കും ഈ തമിഴ് ഭാഷ, തെലുങ്ക് ഭാഷ ഇതൊക്കെ ചേച്ചിക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റി? എന്തൊരു പാടന്റെ പൊന്നോ, എനിക്ക് പറ്റത്തേയില്ല. അങ്ങ് എഴുതി അങ്ങ് കാണാതെ പിടിക്കും. അല്ലാതെ എന്ത് ഇമോഷൻസ് ഒക്കെയോ? ഇമോഷൻസ് ഒക്കെ വരും, അർത്ഥം മനസ്സിലാക്കിയല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോയപ്പോൾ എനിക്ക് ഒരു കുന്തവും മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ റിയാക്ഷൻ കൊടുക്കാൻ നിൽക്കുക. അപ്പോൾ കുറച്ച് പേര് അപ്പുറത്ത് ഡയലോഗ് പറയുന്നു. അപ്പോൾ ഒന്നാമത് ഡയറക്ടറിന് ഇംഗ്ലീഷ് അത്ര പോരാ. ഒരു പയ്യൻ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട്. ആ പയ്യൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പയ്യന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എൻ്റെ അടുത്തേ വരൂല്ല. ആ പയ്യനെ എന്നെ കാണുകയില്ല. അപ്പോൾ ചോദിക്കും, ഭൂഷൺ എന്നാണ് ആ പയ്യൻ്റെ പേര്, ഭൂഷൺ ഡിഡ് യു ബ്രീഫ് മാലാപാർവതി ഗാരു? അപ്പോൾ യെസ് സർ. അപ്പം ഞാൻ എന്താ വിട്ടേ അടുത്ത് വന്നിട്ട് പോലും ഇല്ല ഈ കൊച്ചു. ഞാൻ അപ്പം വരുമ്പോൾ റിയാക്ഷൻ, മാലാപാർവതി ഗാരു യു ലിസൺ, ഷോക്ക്, ബിഗ് ഷോക്ക്, സാഡ്, ആംഗ്രി, സാഡ്, ഗോ. അപ്പൊ ഈ സാഡ് അത് പരിപാടി കൊള്ളാം. സാഡ് എന്ന് പറയുമ്പോൾ എന്നെ കണ്ണിങ്ങനെ നിറഞ്ഞ ചെറുതായിട്ട്, വെരി നൈസ്, ക്ലോസ്, സെയിം, ടിയർ കം, ഗുഡ്, ഓക്കെ സർ, ഡൺ. അത് കൊള്ളാല്ലേ? നമുക്ക് സംഭവം ഒന്നും ചുറ്റും അറിയുന്നുമില്ല, പക്ഷെ നമ്മുടെ റിയാക്ഷൻ മാത്രമല്ല അപ്പുറത്തൊന്നും നടക്കുന്നില്ലല്ലോ. അവര് വേറെ എവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ, നമ്മുടെ മാത്രം പോത്തോട്ട് ഇങ്ങനെ വെച്ചേക്കല്ലേ. അങ്ങനെ ആണെങ്കിലും നമ്മളൊരു അന്യഭാഷയിൽ നിന്ന് വരുമ്പോ പെട്ടെന്ന് അഭിനയിക്കാൻ എളുപ്പമുള്ള ഒരു വഴിയത്. എനിക്കറിയാം. അവിടെ ഞാൻ ചെയ്തു, അവർ ഓക്കെ പറഞ്ഞു. അവര് ഷോക്ക് ആവേണ്ടടുത്താണോ ഇത് ഷോക്കായത്, അവര് സങ്കടപ്പെടേണ്ടടുത്താണോ? ഫിലിം കണ്ടിട്ട് എന്തായിരുന്നു? അതേ ഇല്ല, പേടിയായിട്ട് പാടി പേടിച്ചിട്ട് കണ്ടില്ല, എന്താണ് അഭിനയിച്ചതെന്നും ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസവും ഈ ഹൈദരാബാദിൽ എപ്പോൾ പോയാലും, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവണ്ണാമല പോയി, അവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന തെലുങ്കരാണ്. നാനിഗാരു മദർ, നാനിഗാരു മദർ, ജഗദീഷ്. അപ്പൊ ഞാൻ അറിഞ്ഞൂടാ, അല്ലേ, കുറച്ചൊക്കെ അറിയാം. എല്ലാ ഉന്നാരു, ഭോജനം, അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ അറിയാം. എല്ലാ ഉണ്ണാറു പറഞ്ഞ കഴിച്ചോ ചോദിക്കാം. എങ്ങനെയുണ്ട്, സുഖമാണോ? ഓക്കെ. ഇതാരോ എന്നെ ഒരാള് പഠിപ്പിച്ചു, ഇല ഉണ്ണാറ്. ഇല ഉണ്ടാറ് മലയാളം പഠിച്ചു. സുഖമാണോ? കറക്റ്റ്. ഇനി ഭോജനം ചെയ്താരാ? പക്ഷെ പഠിക്കാൻ എളുപ്പം നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയല്ലേ, ഇല ഉണ്ടാറ്. ഓക്കെ, പഠിച്ചു, ഭാഷ പഠിച്ചല്ലോ. ഞാൻ ആകെ അവിടെ ചെന്നിട്ട് എനിക്ക് ഉപയോഗപ്പെട്ട ഒരു സാധനം, ചാല ലൂസ് ഉന്തി എന്ന് വെച്ചാൽ ബ്ലൗസ് ലൂസ്, ചാല ലൂസ് ഉന്തി. അത് ഫസ്റ്റ് പഠിച്ച ഡയലോഗ്. ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് കമ്പയർ ചെയ്യാൻ കയറി ഒരു ആങ്കർ ആയിരുന്നു, അത് കഴിഞ്ഞ് ഒരു ആർട്ടിസ്റ്റായി. ഇനി ചേച്ചി ഇതൊക്കെ കോയിൻസിഡൻസ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു സാധനം ചേച്ചിയുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി? ഇപ്പൊ എനിക്കൊന്നുമില്ല. പ്ലെയിൻ എന്നുള്ളതല്ല, ഞാൻ നമ്മളൊരു സാഷിയേറ്റഡ് എന്ന് പറയുന്നൊരു ഫീലിംഗ് ഇല്ലേ, നിറഞ്ഞു മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ ഒന്നിനോടും വേണം എന്നുള്ള ഇതില്ല. നമ്മൾക്ക് തൃപ്തി എന്ന് പറയുന്നത് അതൊരു ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സങ്കടമോ നിരാശയൊന്നുമല്ല. ആൾക്കാരിങ്ങനെ പറയുമോ അങ്ങനെ പറയുകയോ ചെയ്യരുത്, നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് നീക്കുന്നത്. ഞാൻ അതെന്ത്, യു ആർ സാറ്റിസ്ഫൈഡ്? ഐ ആം അബ്സല്യൂട്ട്ലി സാറ്റിസ്ഫൈഡ്. ഐ ആം കംപ്ലീറ്റ്ലി സാഷിയേറ്റഡ്. നിറഞ്ഞ ഫീലിംഗ് ആണ്. നമുക്ക് നിറഞ്ഞു. വിശപ്പില്ലാത്തപ്പോൾ എങ്ങനെയാ, ഇനി എന്തെങ്കിലും കഴിക്കണമെന്ന് ചോദിച്ചാൽ അയ്യോ വേണ്ട, എനിക്ക് ഫുള്ളാണ് എന്ന് പറയുന്നതാണ് ലൈഫിൽ. പക്ഷെ എല്ലാ മൊമെന്റിനെയും ഞാൻ വളരെ ബോണസ് ആയിട്ടാണ് കാണുന്നത്. ഓരോ നിമിഷവും സന്തോഷമായിട്ട് എന്ത് വന്നാലും ഞാൻ എന്നോട് ഓപ്പണായിട്ട്. പക്ഷെ എനിക്കൊന്നും, എനിക്കായിട്ട് എന്തെങ്കിലും വേണോ? വേണ്ട.
പക്ഷെ എന്റെ വഴുതന മെഴുക്കുവരട്ടി കഴിച്ചേ പറ്റൂ. അതേ പറഞ്ഞു, വഴുതന ചേച്ചിക്ക് തരട്ടെ? തീർച്ചയായിട്ടും, അതിനല്ലേ വന്നത്. ഇതെന്തോ എന്റെ റെസിപ്പി? ചേച്ചി നമ്മൾ ചിക്കൻ പെരട്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് മീൻ വെച്ച് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഫിഷ് പെരട്ട്. എൻ്റെ അച്ഛന് മീൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചിയുടെ റെസിപ്പി എന്നാ? നാടൻ മീൻ കറി. ഞങ്ങളുടെ നാട്ടില് തഴവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ, കരുനാഗപ്പള്ളി തഴവ അറിയാം, കായംകുളത്തിനടുത്ത. കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുണ്ട്, പൊടി രാജലക്ഷ്മി എന്ന് പറഞ്ഞ. ഇപ്പം ഇല്ല. പൊടിയപ്പച്ചി ഉണ്ടാക്കുന്നത് സ്വാദ് എന്ന് പറഞ്ഞാൽ, അപ്പച്ചി ഉണ്ടാക്കുന്ന സ്വാദുകൾ തിരികെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ. എന്റെ ചേച്ചി അങ്ങനെ കിട്ടുവാന്ന് എനിക്കൂടെ തരണേ റെസിപ്പീസ്. സീരിയസ്ലി എനിക്ക് ഈ പഴയ ആൾക്കാർ ചെയ്ത ആ ഒരു ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന, അല്ലെ ഒത്തന്റിക് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്യാൻ. കിട്ടുകയാണെങ്കിൽ എന്നെ ആദ്യം വിളിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ വഴുതന മെഴുക്കുവരട്ടി എങ്ങനെയുണ്ട്? സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഇഷ്ടായോ? നല്ല കുരുമുളകൊക്കെ ഇട്ട് ഒരു ചേഞ്ച്. എപ്പോഴും നമ്മൾ കാലമായിന്നറിയോ ഞാൻ മീൻ കഴിച്ചിട്ട്? ഒരുപാട് കാലമായി. നല്ല സ്വാദുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു. എന്തായാലും ചേച്ചി, എനിക്ക് ചേച്ചി 2 പ്രാവശ്യം വന്നു എന്നുള്ള തെറ്റിദ്ധാരണ എനിക്ക് ഇപ്പോഴും മാറത്തില്ല. ചേച്ചിയായിട്ട് എനിക്കൊന്ന് ആ ഒരു അടുപ്പം കൊണ്ട് തോന്നുന്നതായിരിക്കും ശരിക്കും. ചേച്ചിയുടെ ഇരുന്ന് കുറെ വലിയ വർത്താനം നമ്മൾ പറഞ്ഞു എന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും വഴുതന മെഴുക്കുവരട്ടി കൽപ്പനയച്ച ഇടയ്ക്ക് കയറി വന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആ ഒരു ലൈവ്നെസ് നല്ല കേട്ടോ. നമുക്ക് ആർക്കും, ഒരു മലയാളികൾക്കും മറക്കാൻ പറ്റാത്ത കൽപ്പനയിച്ച്. എനിവേ, thank you for the good moment you have shared with us. Thank you so much. Thank you. അപ്പം എന്താ ചെയ്യുക, ചേച്ചിയുടെ എൻ്റെ വഴുതന മെഴുക്കുവരട്ടി നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ. എന്തായാലും ഒരു മീൻകറി കഴിക്കുന്നതിന് ഒരു ഡിഫറെൻറ്റ് അത്രയേ ഉള്ളൂ. അതിനകത്ത് വലുതല്ല, പക്ഷെ എന്നാൽ ഒരു ഇച്ചിരി വ്യത്യാസം അത്രയേ ഉള്ളൂ. അതോടെ ഇനിയും ഇതേപോലെ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. Till then, goodbye. Annie's Kitchen. Let's cook with love.